ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്താണ് നമ്മൾ നോക്കി. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഇൻ്റഗ്രേറ്റ് ദ ഡൊമസ്റ്റിക് ഇക്കോണമി വിത്ത് ദ വേൾഡ് ഇക്കോണമി. നമ്മൾ കണ്ടതാണ് ഇൻ്റഗ്രേറ്റ് ദ ഡൊമസ്റ്റിക് ഇക്കോണമി വിത്ത് ദ വേൾഡ് ഇക്കോണമി. അല്ലെങ്കിൽ നമുക്കത് പറയാം എന്താണ്, അതായത് ഹിയർ ദർ ഈസ് അതായത് റാപ്പിഡ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ദ കൺട്രീസ്. റാപ്പിഡ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ ദ കൺട്രീസ്. അതായത് എന്താ റാപ്പിഡ് ഇന്റർ കണക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് വേഗത്തിലുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്റർ കണക്ഷൻ, പരസ്പര ബന്ധത്തിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. അല്ലെങ്കിൽ അതിനുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോബലൈസേഷൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കുന്നു, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഹിയർ ദർ ഈസ് എ ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ടെക്നോളജി, ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ടെക്നോളജി ആൻഡ് ക്യാപിറ്റൽ. അതും നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നു, അതായത് ഈ പറഞ്ഞ ഗ്ലോബലൈസ്. അപ്പം മൂന്ന് രീതിയിൽ, അതായത് നമ്മൾ പല രീതിയിൽ നമ്മൾ പറഞ്ഞു. ഒന്ന് ഇന്റർ കണക്ഷൻ, അതായത് റാപ്പിഡ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ കൺട്രീസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഇന്ത്യ എന്താ പറയുന്നത്, അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഇന്റഗ്രേറ്റ് ദ ഡൊമസ്റ്റിക് ഇക്കോണമി വിത്ത് ദ വേൾഡ് ഇക്കോണമി. ഡൊമസ്റ്റിക് ഇക്കോണമി എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യ, നമ്മുടെ രാജ്യത്തിന്റെ അകത്തുള്ള സമ്പദ് വ്യവസ്ഥ വേൾഡ് ഇക്കോണമി ആയിട്ട് കണക്ട് ചെയ്യുക. മൂന്നാമത് നമ്മൾ പറയാണ് ഇന്ത്യ ഓപ്പൺ ടു അതേഴ്സ്. അതായത് ഇന്ത്യ ഓപ്പൺ ടു അതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യ ഓപ്പൺ ടു ഫോറിൻ ട്രേഡ്. കേട്ടോ, ഇന്ത്യ ഓപ്പൺ ടു ഫോറിൻ ട്രേഡ്. ഇത് മൂന്നും പറഞ്ഞു. മാത്രമല്ല ഹിയർ ദർ ഈസ് എ അതായത് മൂവ്മെന്റ് ഓഫ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി. ഇതെല്ലാം നമുക്ക് ഇതിലൂടെ പറയാം ഗ്ലോബലൈസേഷൻ കൊണ്ട്. നമുക്കിപ്പം ഫ്രീ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും മറ്റു രാജ്യങ്ങളിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക. പിന്നെ അത് ട്രേഡ് ആൻഡ് ട്രാൻസാക്ഷൻ. പിന്നെ എന്താണ്, ക്യാപിറ്റൽ, നമ്മൾ വിദേശങ്ങളിലോട്ട് മൂലധനം ഇൻവെസ്റ്റ് ചെയ്യുക, അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മുടെ ടെക്നോളജി അവർക്ക് കൊടുക്കുക, അതുപോലെ വിദേശങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ടെക്നോളജി. ഇതെല്ലാമാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ദാറ്റ് ഈസ് ഗ്ലോബലൈസേഷൻ ഇംപ്ലൈസ് ദ ഫോളോയിങ്. അതായത് ഗ്ലോബലൈസേഷന്റെ എന്തൊക്കെ സൂചനകളാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതായത് ബിക്കോസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇറ്റ് ഇംപ്ലൈസ് സ്പ്രെഡ്, കണ്ടോ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, സ്പ്രെഡ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഒന്നാമത്തെ പോയിന്റ് എന്താ, സ്പ്രെഡ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അതായത് ഗ്ലോബലൈസേഷൻ ഇംപ്ലൈസ് ദ ഫോളോയിങ്. എന്തൊക്കെയാണ് ഇതിൽ നിന്ന് അത് സൂചിപ്പിക്കുന്നത്. ഒന്ന്, സ്പ്രെഡ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. എന്താ സ്പ്രെഡ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ വിദേശ വ്യാപാരത്തെ കൂടുതലായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ വ്യാപിപ്പിക്കുക. ഇന്ത്യയും മറ്റു രാജ്യങ്ങളും അതുപോലെ വിദേശ രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ള വ്യാപാരത്തെ കൂടുതലായിട്ട് ഊട്ടി ഉറപ്പിക്കുക അല്ലെങ്കിൽ കൂടുതലായിട്ട് അതായത് എന്താ പറയാ സ്പ്രെഡ് ആക്കുക, കൂടുതലായിട്ട് പരത്തുക, സ്പ്രെഡ് ചെയ്യുക. ഇതാണ് ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്. രണ്ടാമത് ഇറ്റ് ഇംപ്ലൈസ് എന്താ, സെക്കൻഡ് ഈസ് ദാറ്റ് ഹിയർ ദർ ഈസ് that is migration of people from one country to another. മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം വൺ കൺട്രി ടു അനദർ. അതായത് ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തോട്ട് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അതായത് ഫ്രീ മൂവ്മെന്റ്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിന് കുടിയേറുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. ഇതാണ് രണ്ടാമത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടുന്നു. ഇതനുസരിച്ച് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് പോകാനുള്ള അവസ്ഥ, അവരുടെ ഇൻഫ്ലുവൻസ് കൂടി വന്നു. മൂന്നാമത് എന്താ, ഹിയർ ദർ ഇസ് എ ഫ്ലോ. അതായത് എന്താണ്, ഹിയർ ദർ ഇസ് എ ക്യാപിറ്റൽ ഫ്ലോ. എന്താ ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോ ഓഫ് ക്യാപിറ്റൽ. മൂലധനം ഒരു സമ്പദ് വ്യവസ്ഥ മറ്റൊരു സമ്പദ് വ്യവസ്ഥ. അതായത് ഇന്ത്യ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വിദേശങ്ങളിൽ പോയിട്ട് മുതൽ മുടക്ക് ഏതെങ്കിലും വ്യവസായങ്ങളിലോ ഏതെങ്കിലും സംരംഭങ്ങളിലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതുപോലെ അവർക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ വന്നിട്ട് പല രീതിയിലുള്ള കമ്പനികൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിനാണ് ഇത് വിളിക്കുക ക്യാപിറ്റൽ ഇൻഫ്ലോ. അഞ്ചാമത് പറയുന്നത് ക്യാപിറ്റൽ മാത്രമല്ല, അതുകൂടി ഉണ്ട് ടെക്നോളജി ട്രാൻസ്ഫർ. അത് ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ എടുത്ത് പറയപ്പോഴും. അതായത് ഗ്ലോബലൈസേഷൻ വരുമ്പോൾ ഇവിടെ എന്താ, ഫ്ലോ ഓഫ് ക്യാപിറ്റല്, ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഫ്ലോ ഓഫ് ടെക്നോളജി. അപ്പം എന്താണ്, കൂടുതലായിട്ട് ടെക്നോളജി, സാങ്കേതികത്വം വികസിക്കുന്നതിനനുസരിച്ച് ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ടെക്നോളജി കൈമാറാൻ. നമ്മൾ മുന്നേ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അതായത്
ഇമ്പോർട്ടിൻ്റെ അല്ലേ, അതായത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, റെഡ്യൂസ് ഇമ്പോർട്ട് ആസ് ഫാർ ആസ് പോസിബിൾ ഇഫ് ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ യു ആർ റെഡി ടു ഇമ്പോർട്ട് ഓൺലി ഇറ്റ്സ് ടെക്നിക് കൺസിഡേർഡ് ആസ് എ റോ മെറ്റീരിയൽ. ഇതുപോലെ നല്ല അല്ലെ പീപ്പിളുടെ എന്താണ് നമ്മുടെ ജനങ്ങളുടെ വിദ്യാഭ്യാസം, സയന്റിഫിക് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ സ്കിൽഡ് പേഴ്സൺസ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റിന്റെ ഫലമായിട്ട് നമ്മളിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും അവിടെ നിന്ന് ഇങ്ങോട്ട് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും ഗ്ലോബലൈസേഷൻ കൊണ്ട് നമുക്ക് സാധ്യം. ഇതാണ് മറ്റൊരു, അതായത് ഗ്ലോബലൈസേഷൻ സൂചിപ്പിക്കുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ. And last is that here there is a growth of trade and service. ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി വ്യാപാരം കൂടുതലായിട്ട് വളർച്ച പ്രാപിക്കാനും സർവീസ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് സർവീസോ ബാങ്കിങ് സർവീസോ ഇൻഷുറൻസ് സർവീസോ ഇവയെല്ലാം കൂടുതലായിട്ട് പുരോഗതി വരാനായിട്ട് അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാമാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ പറഞ്ഞു എന്താണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ റെഫേഴ്സ് ടു എന്താ പറയേണ്ടത്, ഇന്റഗ്രേറ്റ് ഡൊമസ്റ്റിക് ഇക്കോണമി വിത്ത് വേൾഡ് ഇക്കോണമി. രണ്ടാമത് ഞാൻ പറഞ്ഞു എന്താണ് ഇന്റർ കണക്ഷൻ അല്ലെ, എന്ത് ഇന്റർ കണക്ഷൻ, റാപ്പിഡ് ഇന്റർ കണക്ഷൻ ബിറ്റ്വീൻ കൺട്രീസ്. മൂന്നാമത് പറഞ്ഞു ഹിയർ ദർ ഇസ് എ അല്ലെ, അതായത് ഇതുകൊണ്ട് നമ്മൾ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഹിയർ ദർ ഇസ് എ ഫ്രീ മൂവ്മെന്റ് ഓഫ് അല്ലെങ്കിൽ എന്താ ദ മൂവ്മെന്റ് ഓഫ് എന്താണ് ഫോറിൻ ട്രേഡ്, ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, ടെക്നോളജി ആൻഡ് ഗുഡ്സ് ആൻഡ് അല്ലെ, അതായത് ക്യാപിറ്റലും ടെക്നോളജി ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നാലാമത് പറഞ്ഞു ഇന്ത്യ ഓപ്പൺ ടു ഇന്റർനാഷണൽ ട്രേഡ് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരത്തിന് വേണ്ടി ഇന്ത്യ തുറന്നു കൊടുത്ത. ഇത്രയും കാലം നമ്മൾ എന്താ ഗ്ലോബലൈസേഷന്റെ മുൻപ് ഇന്ത്യ നിങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് കൺട്രോൾ വെക്കുന്നു, കയറ്റുമതി നമുക്ക് ചെയ്യാം, കയറ്റുമതിയിൽ കൂടെ കിട്ടിയ വരുമാനം ഉണ്ടെങ്കിലേ ഇറക്കുമതി ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെയുള്ള പല നിയന്ത്രണങ്ങളും നിബന്ധനകളും അക്കാലത്ത്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഫോറിൻ ട്രേഡ് കൂടുതലായിട്ട് പുരോഗമിച്ചു, ബിക്കോസ് ഇന്ത്യ ഓപ്പൺ ടു അതേഴ്സ്. എന്നിട്ട് നമ്മൾ നോക്കി എന്തൊക്കെയാണ് ഗ്ലോബലൈസേഷൻ ഇംപ്ലൈ ചെയ്യുന്നത്. അതായത് 5ഓളം പോയിന്റുകൾ പറഞ്ഞു. ഒന്ന്, പീപ്പിൾ മൈഗ്രേറ്റ് ഫ്രം വൺ കൺട്രി ടു അതർ. പിന്നെ ക്യാപിറ്റൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫ്ലോ ഫ്രം വൺ കൺട്രി ടു അനദർ. ഇന്റർനാഷണൽ ട്രേഡ് സ്പ്രെഡ് ചെയ്യുക, ടെക്നോളജി ട്രാൻസ്ഫർ. ആൻഡ് ലാസ്റ്റ് ഈസ് ദാറ്റ് ഹിയർ ദർ ഇസ് എ ഗ്രോത്ത് ഓഫ് ട്രേഡ് ആൻഡ് സർവീസ്. ദീസ് ആർ ദ മെയിൻ important factors implies the globalization. അടുത്തത് ഗ്ലോബലൈസേഷന്റെ എന്തൊക്കെ മെഷേഴ്സുകളാണ് ഉള്ളത് നോക്കുക. Which are the important measures of globalization? Measures of globalization. മെഷേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ, അതായത് 3 പ്രധാന മെഷേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഒന്ന്, റുപ്പി കൺവേർട്ടബിലിറ്റി. രണ്ടാമത്, ഇമ്പോർട്ട് ലിബറലൈസേഷൻ. മൂന്നാമത്തെ, opening the economy to foreign trade. Opening ഇതാണ് 3 മെഷേഴ്സ്. അതായത് 3 മെഷേഴ്സ് ആണ് ഗ്ലോബലൈസേഷന്റെ മാർഗങ്ങളായിട്ട്, പരിഹാരങ്ങളായിട്ട് നമ്മളോട് പറയുന്നത്. ഒന്ന്, റുപ്പി കൺവേർട്ടബിലിറ്റി.
രണ്ടാമത് ഇമ്പോർട്ട് ലിബറലൈസേഷൻ. മൂന്നാമത്തെ ഓപ്പണിംഗ് ദ ഇക്കോണമി ടു ഫോറിൻ ട്രേഡ്. ഓപ്പണിംഗ് ദ ഇക്കോണമി ടു ഫോറിൻ ട്രേഡ്. ആദ്യത്തെ ആളെ നമുക്ക് എടുക്കാം, അതായത് റുപ്പി കൺവേർട്ടബിലിറ്റി. എന്താ റുപ്പി കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞാല്, അതായത് one country's currency converted into another country's currency. ഉണ്ടോ? That is one countryയിലെ ഒരു രാജ്യത്തിന്റെ കറൻസി it converted into another country's currency. അതായത് it converted into another country's currency. ഒരു രാജ്യത്തിന്റെ കറൻസി മറ്റു രാജ്യത്തിലെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ അമേരിക്കയിൽ നിന്നൊരു സാധനം വാങ്ങിച്ചു. അപ്പൊ സാധനത്തിന് 1,00,000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ആ സാധനം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് അല്ലേ, ഇങ്ങോട്ട് കൊണ്ടുവരും, ഇമ്പോർട്ട് ചെയ്തു. അപ്പൊ ഞാനൊരു സാധനം ഇമ്പോർട്ട് ചെയ്താൽ 1,00,000 രൂപ ഞാൻ കൊടുത്തു, ബാങ്കിൽ അടച്ചു. അത് അവർക്ക് കിട്ടുമ്പോൾ അവരുടെ കറൻസി ആയിട്ട്, ഇത് ഡോളർ ആയിട്ട് വേണം അത് കൊടുക്കാനായിട്ട്. ഇത് ഞാൻ എന്ത് വിളിക്കുക, കൺവേർട്ടബിലിറ്റി. റുപ്പി. അപ്പം ഞാൻ 1,00,000 രൂപയ്ക്കാണ് ആ വസ്തു ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തെങ്കിൽ അവർക്ക് ഈ 1,00,000 എന്താക്കി മാറ്റുന്നു, റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് എന്താക്കി മാറ്റുന്നു, ഡോളറാക്കി കൺവേർട്ട് ചെയ്യും. ഇതിനാണ് എന്ത് വിളിക്കുക, റുപ്പി convertibility. One country's currency converted into another country's currency. നമ്മുടെ കറൻസി ആരാ, റുപ്പിയാണ്. അപ്പൊ റുപ്പി എന്താണ്, ഞാൻ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താൽ അവരുടെ ഡോളർ ആക്കിയിട്ട് റുപ്പിയെ മാറ്റുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്താണ്, റുപ്പി കൺവേർട്ടബിലിറ്റി. അതായത് വൺ കൺട്രീസ് എന്താണ് കറൻസി കൺവേർട്ട് ഇൻ ടു അതർ കൺട്രീസ് കറൻസി. അപ്പം നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് എന്താ കൊടുക്കുക, നമ്മുടെ കറൻസിയായ റുപ്പിയാണ് കൊടുക്കുക. ഈ റുപ്പി അമേരിക്കയിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ അവരുടെ ഡോളറാക്കി കൺവേർട്ട് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് കൺവേർട്ടബിൾ. വൺ കൺട്രീസ് കറൻസി കൺവേർട്ട് ഇൻ ടു അതർ കൺട്രീസ് ഇതാണ് കറൻസി. രണ്ട് രീതിയിലാണ് കൺവേർട്ടബിലിറ്റി ഉള്ളത്. ഒന്ന് നമ്മൾ വിളിക്കും, അതായത് രണ്ട് അക്കൗണ്ടുകളാണ് ഇത് നടത്താനായിട്ട് ഇത് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസും എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും നടത്താം. അപ്പൊ നമുക്കറിയാം ഈ റുപ്പി കൺവേർട്ടബിലിറ്റി വരുന്നത് എന്തിന്റെ ഭാഗമാണ്, ട്രേഡ് അല്ലേ. ട്രേഡിൽ രണ്ടുപേരാണുള്ളത്, ആരൊക്കെയാ, ഇമ്പോർട്ടും എക്സ്പോർട്ടും. അപ്പൊ ട്രേഡ് നടത്തുമ്പോൾ രണ്ട് രീതിയിലുള്ള അക്കൗണ്ട് ആണ് നമ്മൾ കീപ്പ് ചെയ്യുക. ഒന്ന് കറന്റ് അക്കൗണ്ട്, രണ്ടാമത്തെ ആള് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പം ട്രേഡ് ആൻഡ് ട്രാൻസാക്ഷൻസിന് നമുക്കുണ്ടാകുന്ന രണ്ട് അക്കൗണ്ടുകളാണ് ആരൊക്കെ, കറന്റ് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള ഹ്രസ്വകാല അളവിലുള്ള ട്രേഡും ട്രാൻസാക്ഷൻ നടത്താനും നമ്മൾ ഉപയോഗിക്കുന്നതാണ് കറന്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലോങ് ഇൻസ്ട്രുമെന്റ്സ്, ലോങ് ടേം ക്രെഡിറ്റും അതുപോലത്തെ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ദീർഘകാല അളവിലുള്ള സാധനങ്ങൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പം പ്രധാനമായിട്ട് കറന്റ് അക്കൗണ്ടിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്, റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് കറന്റ് റവന്യൂ റെസീറ്റ്സും കറന്റ് എക്സ്പെൻഡിച്ചർ. ഇതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലും ക്യാപിറ്റൽ റെസീറ്റ്സ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അത് നമ്മൾ ഡിഗ്രി അതായത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെയാണ് രണ്ട് കമ്പോണൻസ്, കറന്റും ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ കൺവേർട്ടബിലിറ്റി അപ്പം രണ്ട് അക്കൗണ്ടുകളാണ് ട്രേഡ് നടത്താനുള്ളത്, കറന്റും ക്യാപിറ്റലും. കറന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഇൻസ്ട്രുമെന്റ്സ് വെച്ച് നിൽക്കുന്നത്, ഷോർട്ട് ടേം കാലയളവിൽ നടത്തുന്ന എന്താണ് ഇത്തരത്തിലുള്ള വരുമാന ചെലവുകളാണ് വരവ് ചെലവുകളാണ് ഇതിൽ വരിക. ദീർഘകാല അളവിലുള്ളതിനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വിളിക്കുന്നു. ഇനി രണ്ട് രീതിയിലുള്ള കൺവേർട്ടബിലിറ്റി ആണുള്ളത്. ഒന്ന് പാർഷ്യൽ കൺവേർട്ടബിലിറ്റി, രണ്ടാമത്തെ ഫുൾ കൺവേർട്ടബിലിറ്റി. രണ്ട് രീതിയിലുള്ള അപ്പം ഒന്നാമത് നമ്മൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് 3 മെഷേഴ്സ് ആണ് നമുക്ക് ഉള്ളത് ഗ്ലോബലൈസേഷന്. ഒന്നാമത്തെ മെഷറിനെ ഞാൻ എന്ത് വിളിക്കുന്നു, റുപ്പി കൺവേർട്ടബിലിറ്റി. രണ്ടാമത്തേന് എന്ത് വിളിച്ചു, ഇമ്പോർട്ട് ലിബറലൈസേഷൻ. മൂന്നാമത് ഓപ്പണിംഗ് ദ ഇക്കോണമി ടു ഫോറിൻ ട്രേഡ്. ഇങ്ങനെ 3 എണ്ണമായിട്ട് തിരിച്ചു. ആദ്യത്തെ ആളെ എടുത്തു റുപ്പി കൺവേർട്ടബിലിറ്റി. കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കറൻസി മറ്റൊരു രാജ്യത്തിന്റെ കറൻസി ആയിട്ട് നമ്മൾ മാറ്റുക. അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞു, ഞാനൊരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മറ്റിപ്പോ ഏതെങ്കിലും രാജ്യത്ത് കൊണ്ടുവന്നാൽ നമ്മൾ കൊടുക്കുന്ന കറൻസിയായ റുപ്പിയെ എന്ത് ചെയ്യണം, മറ്റു രാജ്യത്തിന്റെ കറൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ്
കൺവേർട്ടബിലിറ്റി. എന്നിട്ട് പറഞ്ഞു സാധാരണ ട്രേഡ് ആൻഡ് ട്രാൻസാക്ഷൻസിന് 2 അക്കൗണ്ടാണ് നമ്മൾ കീപ്പ് ചെയ്യണത്. ഒന്ന് ഷോർട്ട് ടേം, രണ്ടാമത്തെ ലോങ് ടേം. ഷോർട്ട് ടേം അക്കൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കറന്റ് അക്കൗണ്ട്. രണ്ടാമത്തേതിനെ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഷോർട്ട് ടേം റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് കറന്റ് അക്കൗണ്ട്. ലോങ് ടേം റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ളത്. ഇനി കൺവേർട്ടബിലിറ്റി പറയുമ്പോൾ 2 രീതിയിലുള്ള കൺവേർട്ടബിലിറ്റി ഉണ്ട്. ആരൊക്കെയാ? ഒന്ന് പാർഷ്യൽ കൺവേർട്ടബിലിറ്റി, രണ്ടാമത്തെ എന്താണ്? ഫുൾ കൺവേർട്ടബിലിറ്റി. പാർഷ്യൽ കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പം കറന്റ് അക്കൗണ്ടിനെ ഫുള്ളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിനെ പൂർണ്ണമായിട്ട് എന്താണ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലെ അതിലുള്ള ഇൻസ്ട്രുമെന്റ്സിനെ കൺവേർട്ട് ചെയ്യാനായിട്ട്. കേട്ടോ, അതായത് കറന്റ് അക്കൗണ്ടിലെ എല്ലാം നമുക്ക് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് ഹ്രസ്വകാല എന്താണ് ഇൻസ്ട്രുമെന്റ്സ് ആണ് അതിൽ ഉണ്ടാകുക. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിലെ അതിൽ കിടക്കുന്ന ഐറ്റംസ് കേട്ടോ, കറന്റ് അക്കൗണ്ടിലെ ഐറ്റംസ് നമുക്ക് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിടക്കുന്ന ഐറ്റംസിനെ ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ ചില റെസ്ട്രിക്ഷൻസ് അതുപോലെ തന്നെ നിബന്ധനകൾ ഉണ്ടാകും. അതിനെ വിളിക്കുന്നതാണ് പാർഷ്യൽ കൺവേർട്ടബിലിറ്റി. അപ്പൊ ഞാനൊരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഹ്രസ്വകാല അളവ് സാധനങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ അല്ലേ, അതായത് അതിന്റെ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഞാൻ അമേരിക്കയിൽ പോയിട്ട് ഒരു ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന്റെ ട്രാൻസാക്ഷൻസ് നടക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? അത് കൂടുതൽ താമസം വരും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? ക്യാപിറ്റൽ അക്കൗണ്ട് പെട്ടെന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെ വിളിക്കുന്നതാണ് പാർഷ്യൽ കൺവേർട്ടബിലിറ്റി. ഹ്രസ്വകാല ഐറ്റംസ് കണ്ടോ നമുക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദീർഘകാല ഐറ്റംസ് കൺവേർട്ട് ചെയ്യാനായിട്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് കാലതാമസം അല്ലെങ്കിൽ അതിന് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥ. അതിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? പാർഷ്യൽ. ഫുൾ കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ കറന്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഫുള്ളായിട്ട് എനിക്ക് കൺവേർട്ട് ചെയ്യാം. അതിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ സർക്കാരില്ലേ അവോയ്ഡ് ചെയ്തു. അപ്പം ഇവിടെ പാർഷ്യലിലെ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഭാഗികമായിട്ട് മാത്രം കൺവേർട്ട് ചെയ്തു. എന്നാൽ കറന്റ് അക്കൗണ്ടിനെ ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്തു. എന്നാൽ ഫുൾ കൺവേർട്ടബിലിറ്റിയിലെ പാർഷ്യൽ പോലെയല്ല കറന്റും ക്യാപിറ്റൽ അക്കൗണ്ടും ഫുള്ളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് വിദേശ കറൻസികളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? റുപ്പി കൺവേർട്ടബിലിറ്റി. അപ്പോൾ റുപ്പി കൺവേർട്ടബിലിറ്റി എന്നുള്ളതാണ് ഗ്ലോബലൈസേഷന്റെ ഒന്നാമത്തെ മെഷറായിട്ട് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞത് എന്താ? ഇമ്പോർട്ട് ലിബറലൈസേഷൻ. ഇമ്പോർട്ട് ലിബറലൈസേഷൻ ഇമ്പോർട്ട് ലിബറലൈസേഷൻ ഇറക്കുമതി കൂടുതലായിട്ട് ഉദാരവൽക്കരിക്കുക. ഇമ്പോർട്ട് ലിബറലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇറക്കുമതിയിലുള്ള നിയന്ത്രണങ്ങളൊക്കെ കുറെ മാറ്റി. എന്നിട്ട് ചിലത് മാത്രം, അതായത് നെഗറ്റീവ് ലിസ്റ്റിൽ പെടുന്നവരാരാണ്? അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ലൈസൻസ് ഒക്കെ ഒഴിവാക്കി. എന്നാൽ ചില വസ്തുക്കൾ, അത്യാവശ്യമുള്ള വസ്തുക്കൾക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൽ ചില വസ്തുക്കൾ നമ്മൾ എന്താണ് ഇറക്കുമതി ചെയ്യണത് സർക്കാർ തടഞ്ഞിരുന്നു. ഒരു പക്ഷേ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ ദോഷകരമായിട്ട് വരുന്ന ചില വ്യവസായങ്ങളെ കേട്ടോ. അത് അപ്പോൾ കാനലൈസ്ഡ് ഐറ്റംസ് എന്നൊക്കെ പഠിക്കാനുണ്ട് നമുക്ക്. അപ്പം അത് ഏതൊക്കെയാണ്? അതായത് പബ്ലിക് സെക്ടർ ഏജൻസികളിൽ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇമ്പോർട്ട് നടത്താൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ജനറൽ ലൈസൻസ് അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇമ്പോർട്ട് ലിബറലൈസേഷൻ കൊണ്ട് ഇറക്കുമതി കൂടുതലായിട്ട് ഉദാരമാക്കി. അപ്പം നെഗറ്റീവ് ലിസ്റ്റുകളെ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് മുഴുവൻ എന്താണ് ഇത്തരത്തിലുള്ള ഇറക്കുമതി നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പം ലൈസൻസ്, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു ലൈസൻസ് വേണ്ട എന്ന് പറഞ്ഞു വ്യവസായങ്ങൾക്ക്. എന്നിട്ട് എന്താണ് 6ഓളം വ്യവസായങ്ങൾ മാത്രമേ ലൈസൻസ് എന്നുള്ള സംവിധാനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ എല്ലാവരും ഇമ്പോർട്ട് ചെയ്യാം. എന്നാൽ ചില വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ ദോഷകരം, ഇത് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ട് ചിലപ്പോൾ ബാധിക്കാം. അവയെ നമ്മൾ യാതൊരു തരത്തിലും ഇമ്പോർട്ട് ചെയ്യാനായിട്ട് അനുവദിക്കില്ല. ഇതിനാണ് എന്ത് വിളിക്കുക? ഇമ്പോർട്ട് ലിബറലൈസ്. അപ്പം നെഗറ്റീവ് ലിസ്റ്റിൽ പെടുന്ന സാധനങ്ങളെ ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദമില്ല. ബാക്കി എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് ലിബറലൈസേഷൻ കൊണ്ടുവന്നു. മൂന്നാമത്തെ ആളാണ് ഓപ്പണിംഗ് ദ ഇക്കോണമി ടു ഫോറിൻ ട്രേഡ്.
മൂന്നാമത് എന്താ പറഞ്ഞത്? ഓപ്ലേ ഫോറിൻ ട്രേഡിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു കണ്ടോ? ഓപ്പണിംഗ് ദ ഇക്കോണമി ടു ഫോറിൻ ട്രേഡ്. നമ്മൾ ഫോറിൻ ട്രേഡിന് വേണ്ടി തുറന്നു കൊടുത്തു. ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കാറ്റിൽ പറത്തി അതൊന്നും ഇല്ലാതാക്കി. എന്നിട്ട് വിദേശ വ്യാപാരത്തിന് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ടാരിഫ് റെഡ്യൂസ് ചെയ്തു, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തു കണ്ടോ? ഇങ്ങനെ ടാരിഫ് റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന കടത്ത് ചുങ്കം ഒഴിവാക്കുക. ഇനി മാത്രമല്ല എന്താ? ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങളൊക്കെ ഒഴിവാക്കുക. അങ്ങനെ വരുമ്പോൾ ഫോറിൻ ട്രേഡ് കൂടുതലായിട്ട് കേട്ടോ ഉണർവോടെ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഓപ്പണിംഗ് ദ ഇക്കോണമി ടു ഫോറിൻ ട്രേഡ്. ആവശ്യമില്ലാത്ത ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വിദേശ വ്യാപാരം പച്ചപിടിക്കും, അല്ലെങ്കിൽ കൂടുതൽ വളരാനായിട്ട് ഇടയായി. ഇതാണ് 3 പ്രധാന മെഷേഴ്സ്. അപ്പം 3 പ്രധാന മെഷേഴ്സിലെ ആദ്യം പറയണം കൺവേർട്ടബിലിറ്റി. എന്ത് കൺവേർട്ടബിലിറ്റിയാണ്? റുപ്പി കൺവേർട്ടബിലിറ്റി. രണ്ടാമത് ഞാൻ പറഞ്ഞു ഇമ്പോർട്ട് ലിബറലൈസേഷൻ. മൂന്നാമത് ഓപ്പണിംഗ് ദ ഇക്കോണമി ടു ഫോറിൻ ട്രേഡ്. ഇതാണ് 3 പ്രധാന മെഷേഴ്സ്. ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണോ? ഇല്ലെങ്കിൽ അടുത്ത ഒന്നും കൂടി തുടങ്ങിയിട്ട് നമുക്ക് ബോറടിച്ച് തുടങ്ങിയാൽ അടുത്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ 3 ആളെ പരിചയപ്പെട്ടു അല്ലേ? ഇതാണ് ഇത് ആരൊക്കെയാ? LPG, ലിബറലൈസേഷൻ പ്ലസ് പ്രൈവറ്റൈസേഷൻ പ്ലസ് ഗ്ലോബലൈസേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദ pillars of new economic policy or the important concept of new economic policy. ഇനി നമ്മുടെ സിലബസിൽ പറയുന്ന ഒന്നാണ്, അതായത് ഇന്ത്യൻ ഇക്കോണമിയിലെ ഇക്കണോമിക് റിഫോംസ് കൊണ്ട് 3 പ്രധാന കമ്പോണൻസ്, അതായത് അതിലെ എന്താണ് അതിൻ്റെ ട്രെൻഡ്സ് എന്ന് പറയാം. അതായത് ഇതിലെ ഹെഡിങ് ഇസ് ദാറ്റ് ഇന്ത്യൻ ഇക്കോണമി during reforms with special focus on okay. ഇതാണ് അടുത്തത്, അതായത് നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ള അടുത്തത് എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യൻ ഇക്കോണമി ഡ്യൂറിംഗ് ദ റിഫോംസ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ FDI, FII ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതായത് 3 പ്രധാന സംഭവ വികാസങ്ങളാണ് ന്യൂ ഇക്കണോമിക് പോളിസിയിൽ എടുത്തു പറയുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ LPGയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അത് ഗ്ലോബലൈസേഷൻ, അതുപോലെ ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. ഇതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കോണമിയിലെ FDI വന്നിട്ടുണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ റീസെന്റ് ട്രെൻഡ് എന്താണ്, ഇതുപോലെ FII ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഈ 3 ആൾക്കാർ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. FII, FDI ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഈ 3 ഇത് 3ഉം ഇന്ത്യൻ ഇക്കോണമിയിലെ എന്ത് ഇമ്പാക്റ്റുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മാത്രമല്ല എന്താണ് അതിന്റെ റീസെന്റ് ട്രെൻഡ്. റീസെന്റ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങൾ എന്താണ്. ഇതിൽ ആദ്യത്തെ ആളെ ഞാൻ പറയാൻ പറ്റുന്നത്
സമയമെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആളെ മാത്രമേ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. അതായത് ഒന്നാമത്തെ ആളാണ് ആര്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ FDIയുടെ ഫുൾ ഫോം എന്താ? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ FDI ആരാണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ നമ്മളോട് പറയുന്നത് ന്യൂ ഇക്കണോമി പോളിസി വന്നപ്പം ഇന്ത്യയിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആരൊക്കെ? FDI, FII ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആരാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്? പ്രൈവറ്റൈസേഷന്റെ 3 പ്രധാന മാർഗങ്ങൾ പറഞ്ഞു. ഒന്ന് പബ്ലിക് സെക്ടർ യൂണിറ്റ്സിനെ സെയിൽ ചെയ്യുക, രണ്ടാമത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പബ്ലിക് സെക്ടർ നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ അവരിൽ ഇൻവെസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രൈവറ്റ് സെക്ടറിൽ വിട്ടു, അല്ലേ? അത് അവർക്ക് വിൽക്കുക. മൂന്നാമത്തെ ആളെ നമ്മൾ പരിചയപ്പെട്ടു, അവരാണ് മിനിമൈസേഷൻ ഓഫ് ദ പബ്ലിക്. ഇത് മൂന്നിൽ കൂടെയാണ് ആര് പ്രൊമോട്ട് ചെയ്യണത്? അതായത് പ്രൈവറ്റൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന മെഷേഴ്സ് എന്ന് കണ്ടു. ഇനി ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. FDI ആരാണ്? FII ആരാണ്? ഇതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ് നോക്കുക. ആദ്യം എന്താണ് FDI? അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വിദേശ, അല്ലേ, അതായത് നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത്? സാധാരണയായിട്ട് ഇൻവെസ്റ്റ്മെന്റ് 2 രീതിയിലാണ് നടക്കുന്നത് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഇൻ 2 ഫോംസ്. കണ്ടോ? 2 രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത്. ഒന്നിനെ വിളിക്കുന്നു FDI എന്നും രണ്ടാമത്തേതിനെ വിളിക്കുന്നു FII എന്നും. അപ്പം ഇൻവെസ്റ്റ്മെന്റ് 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ആരാണ്? FDI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. രണ്ടാമത്തെ ആളാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ FDI ആൻഡ് FII. അപ്പൊ ഇതിൽ FII യോട് കിടക്കട്ടെ, ഞാൻ ആരെയും മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം. FDI എന്ന് പറഞ്ഞാൽ ആരാ? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇതിന്റെ ഫുൾ ഫോം FII എന്ന് പറഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഇതിലെ FDI എന്താണെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് 2 രീതിയിലാണ്. ഒന്ന് FDIയും രണ്ടാമത്തെ FIIയും. ഇനി ഇതിലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലെ അതായത് 2 നമ്മൾ നോക്കിയപ്പോൾ എന്തൊക്കെയാണ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യകത എന്താണ് നമ്മൾ നോക്കി. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഫോറിൻ ക്യാപിറ്റൽ എൻറ്റേഴ്സ് ഇൻ ടു ആൻ ഇക്കോണമി. കണ്ടോ? ഫോറിൻ ക്യാപിറ്റൽ എൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. ദാറ്റ് ഇസ് നോൺ ആസ് FDI. ഫോറിൻ ക്യാപിറ്റൽ enters in an economy. Foreign capital enters in an economy. എന്താ ഫോറിൻ ക്യാപിറ്റൽ എൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിദേശ മൂലധനം ഒരു സമ്പദ് വ്യവസ്ഥയിൽ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേശിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ വിദേശികൾ വന്നിട്ട് ഇന്ത്യയിലെ പണം നിക്ഷേപിക്കുന്നു ഒരു വ്യവസായം തുടങ്ങാനായിട്ട്. അതിനെയാണ് ഫോറിൻ ക്യാപിറ്റൽ എൻറ്റേഴ്സ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ മൂലധനം വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് 2-3 രീതിയിലാണ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്. കേട്ടോ? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു രാജ്യത്തെ അതായത് ഒരു രാജ്യത്തെ സഹായിക്കുന്ന ഒന്നാണ് ഫോറിൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ FDI. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് ഇൻക്രീസ് ദ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ആൻ ഇക്കോണമി. അപ്പം ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ക്യാപിറ്റൽ എൻറ്റേഴ്സ് ഇൻ ആൻ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഫോറിൻ ക്യാപിറ്റലെ പ്രവേശിക്കുന്നതിനെയാണ് ഇത് വിളിക്കുക FDI എന്ന് പറയുക. ഇതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ആവശ്യകത ഫോറിൻ ക്യാപിറ്റൽ വന്നു കഴിഞ്ഞാൽ ആ സമ്പദ് വ്യവസ്ഥയിലെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് സാധിക്കുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ വിദേശ സമ്പദ് വ്യവസ്ഥകൾ വന്നിട്ട് ഇവിടെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദിത ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇതുമൂലം സാധിക്കുന്നു. രണ്ടാമത്
അഡ്വാൻസ്ഡ് കൺട്രീസിലെ അവരുടെ സബ്സിഡിയറീസ് ഇന്ത്യൻ ഇക്കോണമിയിലെ സ്റ്റാർട്ട് ചെയ്യണം. Thus, it helps to advanced countries, they start their subsidiaries in Indian economy. They start their subsidiary in Indian economy. അഡ്വാൻസ്ഡ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വലിയ രാജ്യങ്ങൾ അവരുടെ സബ്സിഡിയറി കണ്ടോ, അവരുടെ എന്താണ് സബ്സിഡിയറി എന്ന് പറയുന്നത് എന്താ? അതായത് അവരുടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ കണ്ടോ, നമുക്കറിയാം മെയിൻ ബ്രാഞ്ച്, സബ് ബ്രാഞ്ച് എന്നൊക്കെ പറയും. ഇതുപോലെ സബ് കമ്പനികൾ ഇന്ത്യയിൽ തുറക്കുന്നു കണ്ടോ. ദേ സ്റ്റാർട്ട് ദെയർ സബ്സിഡിയറീസ് ഓർ ബ്രാഞ്ചസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. ഇതാണ് രണ്ടാമത്. മൂന്നാമത് that it help to the UDC, that is UDC under developed countries to start their investment in foreign countries. It help to UDC to start their ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ കേട്ടോ. ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റാർട്ട് ദെയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് കണ്ടോ. അപ്പൊ അവരിങ്ങോട്ട് വരുന്നത് പോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയെ പോലെയുള്ള വികസ്വര രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ദേ സ്റ്റാർട്ട് ദെയർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അതർ കൺട്രീസ്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ്, that is main important aim of FDI or main important help to our economy because of FDI. അപ്പോൾ FDI വരുന്നത് വഴി increase the productive capacity. It help to the UDC. UDC എന്ന് പറഞ്ഞാൽ ആരാണ്? Under developed countries or developing countries start their investment in other country or foreign country. കണ്ടോ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിദേശ രാജ്യങ്ങളിലെ നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ വരുന്നു. മൂന്നാമത് നമ്മൾ എന്ത് ചെയ്യുന്നു? അഡ്വാൻസ്ഡ് കൺട്രീസ് സ്റ്റാർട്ട് ദെയർ ബ്രാഞ്ചസ് ഓർ സബ്സിഡിയറീസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യയിലെ അവരവരുടെ ബ്രാഞ്ചുകൾ തുടങ്ങുന്നു. ഇതെല്ലാമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് സാധ്യമായി. അപ്പൊ ഇത്രയും കാലം പറ്റില്ല എന്ന് പറഞ്ഞ സംഭവങ്ങൾ ഫോറിൻ ക്യാപിറ്റൽ ഇന്ത്യയിലോട്ട് വന്നതോടുകൂടി അവരവരുടെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. അപ്പൊ നമുക്കറിയാം അവരവരുടെ ബ്രാഞ്ചുകൾ ഇന്ത്യയിൽ തുടങ്ങുമ്പോൾ നമ്മുടെ സാധനങ്ങൾ എന്താണ്? നല്ല നിലവാരമുള്ള വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അതിനുള്ളൊരു പ്രൊമോഷൻ വരും. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ നല്ല വസ്തുക്കളായിട്ട് കോമ്പീറ്റ് ചെയ്യാനായി തുടക്കുന്നു. ഇങ്ങനെ കോമ്പറ്റീഷൻ വരുമ്പോൾ വിദേശ വിപണിയിൽ നല്ല ഡിമാൻഡ് ഉണ്ടാകാനായിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഡിമാൻഡ് കൂടാൻ സാധിക്കുന്നു. മാത്രമല്ല നല്ല നിലവാരമുള്ള വസ്തുക്കൾ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് വിദേശ രാജ്യങ്ങളിൽ അതായത് ഡെവലപ്പിംഗ് കൺട്രി പോലെയുള്ള നമ്മളോ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസോ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മൂന്നാമത് ഇങ്ങനെ നിക്ഷേപം വരുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമുക്കുള്ള ഹെൽപ്പ്. ഇത് നമുക്ക് അതിൽ റീസെന്റ് ട്രെൻഡ് മാത്രം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എന്താണ് ഇതിലെ റീസെന്റ് ട്രെൻഡ്? എന്താ റീസെന്റ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കാലഘട്ടങ്ങളിൽ അനുസരിച്ച് വന്ന FDIയുടെ ചില മാറ്റങ്ങൾ. അത് നമ്മൾ പറയണം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതായത് 1991 തുടങ്ങിയിട്ട് 94-95 വരെ വന്നപ്പോൾ 24.2%. Then 95-96 to 99-2000 54.8%. Then 2001 to 2013-14 61.6. Then last 2019 to 2020 13%. നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ പറയാം എന്താണെന്നുള്ളത്. അതായത് FDIയുടെ അവസാന വശത്തോട്ട് നമ്മൾ കിടക്കുകയാണ്. വാട്ട് അബൌട്ട് ദ റീസെന്റ് FDI? അതാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. FDIയും FIIയും ഇതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് പറയണം. മാത്രമല്ല അതിന്റെ റീസെന്റ് ട്രെൻഡ്സ്, ഈ അടുത്ത കാലത്തുണ്ടായ അവരുടെ മാറ്റങ്ങൾ. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് എന്ത് വിളിക്കുക? റീസെന്റ് ട്രെൻഡ്സ്. അപ്പൊ നമുക്കറിയാം 90-ന് ശേഷമാണ് നമ്മുടെ ന്യൂ ഇക്കണോമിക് പോളിസി വന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1991 തുടങ്ങിയിട്ട് 94-95 വരെയുള്ള കാലഘട്ടം. 90-91 തുടങ്ങിയിട്ട് 94-95 വന്നപ്പോൾ നമ്മുടെ FDI 24.2% ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, മൊത്തത്തിലുള്ള നിക്ഷേപത്തിന്റെ 24.2% ആയിരുന്നു നമ്മുടെ FDI, അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്.
കേട്ടോ. അതായത് 24.2% ആയിരുന്നു നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഇനി 95, 96 തുടങ്ങി 99, 2000 വരെയുള്ള കാലഘട്ടം കേട്ടോ. അതായത് 2000 ആണ്ടോടുകൂടി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും വർദ്ധിച്ചു. എത്രയായിട്ട് മാറി? ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 54.8% ആയിട്ട് മാറി. ഇനി വീണ്ടും പറയാണ് 2000, 2001 തുടങ്ങി 2013, 14 കാലഘട്ടം, ഏകദേശം 13-14 വർഷത്തോളം നമ്മൾ എടുത്തപ്പോൾ നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 61.6% ആയിട്ട് മാറുന്നു. അവസാനം 2019-20 അതിന് ഈ അടുത്ത കാലത്തും ആ വർഷത്തെ മാത്രം ഞാൻ എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 13% വരുന്നുണ്ട് നമ്മുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശ നിക്ഷേപം. ഇതാണ് റീസെന്റ് ട്രെൻഡ്സിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റീസെന്റ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടായ അതിന്റെ പുരോഗതി എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ വിലയിരുത്തുന്നു. 90-91 തുടങ്ങിയിട്ട് 94-95 വരെ എത്തപ്പോൾ എനിക്ക് 24.2% ഓഫ് FDI ഉണ്ടോ. ഇതിന്റെയാണ് ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 24.2% ആണ് FDI. 95-96 തുടങ്ങിയിട്ട് 2000 വരെ എടുത്തപ്പോൾ എത്രയായിട്ട് മാറി? 54.8% ഓഫ് FDI ഓഫ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. എല്ലാം 2001 തുടങ്ങിയിട്ട് 2013-14 എടുത്തപ്പോൾ എത്രയായിട്ടുണ്ട്? 61.6% ഓഫ് FDI ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ലാസ്റ്റ് 2019-20 എടുത്തപ്പോൾ ആ വർഷത്തെ മാത്രം എടുത്തപ്പോൾ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 13% നമ്മുടെ FDI. ഇതാണ് റീസെന്റ് ട്രെൻഡ്സ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ നമ്മൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഗ്ലോബലൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്താണ് ഇംപ്ലൈ ചെയ്യണത്, ഗ്ലോബലൈസേഷന്റെ മെഷേഴ്സ് എന്താണെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ നമ്മൾ ആ 3 പ്രോസസ്സ് നമ്മൾ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസ്. ഇനി ന്യൂ ഇക്കണോമിക് പോളിസിയിൽ, അതായത് ന്യൂ ഇക്കണോമിക് പോളിസി വന്നപ്പം ഇന്ത്യയിൽ ഉണ്ടാക്കി ഇമ്പാക്റ്റ് 3 പ്രധാന കാര്യങ്ങൾ, അതായത് 3 കമ്പോണൻസിനെ പരിചയപ്പെടുത്തി. ഇതിൽ എന്ത് മാറ്റം വന്നെന്ന് നോക്കുക. അത് ഏതൊക്കെ മാറ്റമാണ്? FDI, FII ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്. ഇത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ FDI ആൻഡ് FII. ഇനി ഇതുപോലെ ഷോർട്ട് നോട്ട് ഓൺ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു. അപ്പോൾ ഫോറിൻ ക്യാപിറ്റൽ ഇന്ത്യയിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിച്ചു? FDI എന്ന് വിളിച്ചു. എന്നിട്ട് 3 പ്രധാന ഹെൽപ്പ് നമ്മൾ പറഞ്ഞു. പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂട്ടാനായിട്ട്, പിന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് കൊടുക്കുന്നു. മൂന്നാമത് എന്ത് ചെയ്യണം? അവർ നമ്മളിൽ വന്നിട്ട് അഡ്വാൻസ്ഡ് കൺട്രീസ് ഇന്ത്യയിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള FDI നടത്തുന്നു. ഇനി അതിൻ്റെ റീസെന്റ് ട്രെൻഡ് അനലൈസ്. ഇതാണ് ഒന്ന്. ബാക്കി 2 നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. നിങ്ങൾ മെസ്സേജ് ഇടുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.